കൊല്ലാറ ഫുഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുടംപുളി വെച്ച് സ്വാദിഷ്ടമായൊരു പുളിയിഞ്ചിയാണ്. അതിനായിട്ട് നമ്മളിന്നിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 1.5 കിലോ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ്, കുടംപുളി 2 കിലോ വേവിച്ചുടച്ചത്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 100 ഗ്രാം പച്ചമുളക് അരിഞ്ഞത്, 200 ഗ്രാം ഇഞ്ചി അരിഞ്ഞത്, കടുക്, കറിവേപ്പില, വറ്റൽ മുളക്, കായംപൊടി, നല്ല ജീരകം, ചുക്ക്, ഏലയ്ക്ക പൊടിച്ചത്. ഇനി നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിൽ കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇപ്പോൾ അത് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും പകുതി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ഗോൾഡൻ ബ്രൗൺ നിറാവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ കുടംപുളി നന്നായി വേവിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി തിളച്ച് വന്നു. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. ബാക്കി വെച്ച ഇഞ്ചി, പച്ചമുളക് എന്നിവ നമ്മളതിലേക്ക് ഇപ്പം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് കുറുകി വരും. അപ്പോൾ പുളി നമ്മൾ തീരെ വെള്ളം ചേർക്കാതെയാണ് അരച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ വെള്ളം ചേർത്തത്. നന്നായി വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ശർക്കര നീര് ചേർത്തു. ശർക്കര നീര് ഒഴിച്ച് നന്നായി ഇളക്കി നന്നായി വറ്റി വരണേ. അപ്പോഴാണ് ഇഞ്ചിയുടെ നല്ല ടേസ്റ്റൊക്കെ വരിക, പുളിയൊക്കെ നന്നായി വെന്ത് യോജിക്കുമ്പോൾ. ഇപ്പം നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവാന്ന് തോന്നി. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ചുക്ക്, ജീരകം, ഏലക്ക പൊടിച്ചത് ചേർത്തു. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് വന്നപ്പോൾ ഇത് തിളച്ച് വന്നാൽ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.